നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ അടുത്ത മത്സരം നോർവേക്കെതിരെ ഞായറാഴ്ചയാണ്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 1:30 ബ്രസീൽ വേഴ്സസ് നോർവേ മത്സരം നടക്കുന്നത്. ആ കളിക്ക് മുന്നോടിയായിട്ട് ബ്രസീൽ കുറച്ച് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതായത് റാഫിഞ്ഞയുടെ പരിക്ക് ഭേദമാകുമോ, കളിക്ക് അദ്ദേഹം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. അദ്ദേഹം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. പിന്നെ പക്വേറ്റ എന്തായാലും ആ കളിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. റയാന് ചെറിയ പരിക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ അദ്ദേഹം ഓക്കെ ആവും. ചെറിയ ഒരു കോഷൻ എന്ന രൂപത്തിൽ കഴിഞ്ഞ മുമ്പത്തെ ദിവസം അദ്ദേഹത്തെ ട്രെയിനിങ്ങിന് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളൂ, അദ്ദേഹം ഓക്കെ ആവും. സോ പ്രശ്നമുള്ളത് പക്കേറ്റയുടെ പൊസിഷനിൽ ആര് കളിക്കും എന്നുള്ളതിലാണ്. അപ്പോൾ അതിലിപ്പോൾ അഞ്ചലോട്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഡാനിലോ സാൻഡോസ് ആണ് പക്യോറ്റയുടെ സ്പോട്ടിലേക്ക് ഇപ്പോൾ ഫേവറേറ്റായിട്ട് ആഞ്ചലോട്ടി പരിഗണിക്കുന്നത്, ഡാനിലോ സാൻഡോസിനെ. അപ്പം ഗബ്രിയേൽ മാർട്ടിനെല്ലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗബ്രിയേൽ മാർട്ടിനിലേക്ക് ഒരു ഔട്ട്സൈഡ് സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സെക്കൻഡ് ഹാഫിൽ കഴിഞ്ഞ കളികളിലൊക്കെ ഉപയോഗിച്ച പോലെ ഉപയോഗിക്കാനാണ് കോച്ച് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഇപ്പോൾ ആഞ്ചലോട്ടി ട്രെയിനിങ്ങിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല കളിക്കളത്തിൽ അവരുടെ പ്രകടനങ്ങൾ ഇൻഡിവിജ്വലി തന്നെ എടുത്ത് അദ്ദേഹം വിലയിരുത്തുന്നുമുണ്ട്. ഏതായാലും ചോയ്സ് വളരെ കൃത്യമാണ്. ഡാനിലോ സാൻഡോസ് ആയിരിക്കും മിക്കവാറും സ്ക്വാഡിലേക്ക് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടാക്റ്റിക്കൽ ആയിട്ട് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ആവശ്യമില്ല. അപ്പോൾ അതല്ല ഇനിയിപ്പോൾ മാർട്ടിനൽ വരികയാണെങ്കിൽ കൂടുതൽ ടാക്റ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും. അതുകൊണ്ടാണ് ESPN ബ്രസീൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഡാനിലോ സാൻഡോസിനാണ് കൂടുതൽ സാധ്യത, അദ്ദേഹമായിരിക്കും പക്കേറ്റയ്ക്ക് പകരം ഇറങ്ങുക എന്ന്. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു ലൈനപ്പ് ഇങ്ങനെയാവും: ആലിസൺ ഗോൾ കീപ്പറായിട്ട്, ദെൻ ഡാനിലോ, മാർക്കിനോസ്, ഗബ്രിയേൽ മെഗല്ലസ്, ഡഗ്ലസ് സാൻഡോസ് എന്നിവർ. ഡിഫൻസിൽ കാസമിറോയും ബ്രൂണോ ഗുയിമാറസും ഡാനിലോ സാൻഡോസും. മധ്യനിരയിൽ മുന്നേറ്റത്തിൽ റയാനും വിനി ജൂനിയറും മാത്യൂസ് കുഞ്ഞയും. ഏതായാലും നോർവേക്കെതിരെ മികച്ചൊരു വിജയമാണ് ബ്രസീൽ ലക്ഷ്യമിടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.